ഹായ്, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്ന രീതിയാണ്. അപ്പോൾ അതായത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പറഞ്ഞു, ഒരുപാട് ഡിഫറെൻ്റ് ആയുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ്. പക്ഷേ ആ ടെക്നിക്കൽ അനാലിസിസിന്റെ മൊത്തമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ ഒരു അനാലിസിസ് ടെക്നിക്കാണ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ഒറിജിനേറ്റ് ചെയ്തത് US നിന്നാണ്. US മിലിറ്ററിക്കായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. 1950കളുടെ അവസാനത്തിലേക്കൊക്കെയാണ് നെറ്റ്വർക്ക് അനാലിസിസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഫെസിലിറ്റേറ്റ് പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് മോണിറ്ററിംഗ് ദ പ്രൊജക്ട് ഇൻ ഇന്റഗ്രേറ്റഡ് മാനർ. അതായത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും ഒരു പ്രൊജക്റ്റിൽ. ഈ എല്ലാ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യുകയും ഷെഡ്യൂൾ ചെയ്യും, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്യാം. അതിലൂടെ നമുക്ക് എന്താ വെച്ചാൽ ഈ പ്രൊജക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിനുള്ളിൽ, ഉദ്ദേശിക്കുന്ന കോസ്റ്റിനുള്ളിൽ നല്ല പെർഫോമൻസോട് കൂടി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്ന രീതിയിലാണ് മീനിങ് പറയുന്നുണ്ട് ഇതിന്റെ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഇവന്റ്സ് ഓഫ് എ പ്രൊജക്ട്. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എ കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഇവന്റ്സ് ഓഫ് എ പ്രൊജക്ട്. നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു, QT-യിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ നെറ്റ്വർക്ക് കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഒരുപാട് ആക്ടിവിറ്റീസിന്റെ അല്ലെങ്കിൽ ഇവന്റുകളുടെ കോമ്പിനേഷൻ ആണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് കാണാം. ആദ്യം പ്ലാൻ എസ്റ്റിമേറ്റ് ചെയ്യണം, സെക്കൻഡ് അതുമായിട്ട് ഫൗണ്ടേഷൻ നമ്മൾ പറയുന്ന തറ ഇടണം, ദെൻ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ചുമര് കെട്ടണം, അത് കഴിഞ്ഞിട്ട് മേലെ റൂഫ് ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ സൈഡിൽ വിൻഡോസ്, വാതിൽ ഇതൊക്കെ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, പെയിന്റിങ് ചെയ്യും, എന്നിട്ട് ഫ്ലോർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് പെയിന്റിങ് ചെയ്യും, അവസാനം നമ്മൾ പെയിന്റിങ് ചെയ്യാം, എന്നിട്ട് പുറത്തുള്ള ഫിനിഷിംഗ് വർക്കൊക്കെ ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു വീട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഇത് എല്ലാ കാര്യം എന്താണ്, ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിനെല്ലാം കൂടി നെറ്റ്വർക്ക് എന്നതിന് കണക്ട് ചെയ്യണം. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ പ്രൊജക്ട് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. നെറ്റ്വർക്ക് ഈസ് എ സിസ്റ്റം വിച്ച് ഈസ് പ്ലാൻ പ്രൊജക്ട് ബൈ അനലൈസിംഗ് ദി പ്രൊജക്ട് ആക്ടിവിറ്റീസ്. നെറ്റ്വർക്ക് അനാലിസിസ് ഡൺ is one of the most popular technique used for planning, scheduling, monitoring and coordinating large and complex projects comprising a number of activities. It is concerned with the evaluation of time and resource profile of the project activities. ഇവിടെ നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്ന പോയിന്റ് ഓഫ് വ്യൂ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസിനെല്ലാം പ്ലാൻ ചെയ്യും, ഷെഡ്യൂൾ ചെയ്യും, മോണിറ്റർ ചെയ്യും, എന്നിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യും. അതിലൂടെ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള വലിയ പ്രൊജക്റ്റുകൾ വരെ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമ്മുടെ ഡിസൈഡ് ടൈമിനുള്ളിൽ, കോസ്റ്റിനുള്ളിൽ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ കൂടുതലായിട്ട് എവിടെ പഠിച്ചിട്ടുണ്ട് വെച്ചാൽ QT-ന്റെ ഭാഗമായിട്ട് നിങ്ങൾ നെറ്റ്വർക്ക് അനാലിസിസ് പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് നെറ്റ്വർക്ക് അനാലിസിസ് അല്ലെ. അതേപോലെ നെറ്റ്വർക്ക് അനാലിസിസിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. It is a powerful tool for planning, scheduling and controlling of project. പ്രൊജക്ട് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല, നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല ടൂൾ തന്നെയാണ് ഇത് പറയുന്നത് നെറ്റ്വർക്ക് അനാലിസിസ്. മിനിമൈസിംഗ് ദി ടോട്ടൽ കോസ്റ്റ്, മൊത്തം കോസ്റ്റ് മിനിമൈസ് ചെയ്യും. ഷോ സിമ്പിൾ വേ ദ ഇന്റർ റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ പ്രൊജക്ട്. ഒരു പ്രൊജക്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യസ്തമായ ആക്ടിവിറ്റീസ് ഉണ്ടാവും. വ്യത്യസ്തമായ ആക്ടിവിറ്റീസ് എല്ലാം കൂടി എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വീടുണ്ടാക്കുമ്പോൾ ഒരു സീക്വൻസ് ഉണ്ട്. ആദ്യം പ്ലാൻ വേണം, അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഉണ്ടാക്കും, പ്ലാൻ ഫൗണ്ടേഷനിലേക്ക് പോകും, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചുമരുണ്ടാക്കാൻ പോകും, അത് മീൻസ് നമ്മുടെ വാള് കൺസ്ട്രക്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് റൂഫ് ചെയ്യും. ഇങ്ങനെ എന്ത് ചെയ്യും, അപ്പോൾ റൂഫ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള റൂഫിംഗ് ഉണ്ടാവും. കോൺക്രീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഓടിടണോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോ ഈ വെൽഡിംഗ് ഒക്കെ ചെയ്തിട്ട് അതിന്റെ മുകളിൽ അങ്ങനെ വ്യത്യസ്തമായ റൂഫിംഗ് ഉണ്ടാവും. ഇങ്ങനെ ഓരോന്നിനും എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യാം, ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. ഇറ്റ് ഹാസ് ഡെലിഗേഷൻ ഓഫ് ദി പവർ ആൻഡ് അതോറിറ്റി. നമുക്ക് ഓരോ ആക്ടിവിറ്റീസും മോണിറ്റർ ചെയ്യാൻ ഓരോ ആളെ ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് അവരുടെ ഡെലിഗേഷൻ നടത്താൻ പറ്റും. ഫെസിലിറ്റേറ്റ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. മാനേജ്മെന്റ് എക്സെപ്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റുട്ടീനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിഗ്നിഫിക്കന്റ് ആയിട്ട് ഡിഫറൻസ് ഉള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഇഷ്യൂസ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ത് ചെയ്യാം, ഹാൻഡ് ഓവർ ചെയ്യാം. അവോയ്ഡ് പ്രൊഡക്ഷൻ ഡിലേ, പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ഡിലേസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ലീഡ്സ് ടു ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ്. നമ്മുടെ റിസോഴ്സ് വളരെ
ഒപ്റ്റിമം ആയിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, മിനിമൈസ് ടൈം ഫോർ എ ഗിവൺ കോസ്റ്റ്. നമ്മുടെ ടൈം എന്ത് ചെയ്യാം, റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ടു കംപ്ലീറ്റ് ദ പ്രൊജക്ട് ഇൻ ടൈം. എല്ലാത്തിനുപരി ഇത് കൃത്യമായിട്ട് സമയനിഷ്ഠിതമായിട്ട് ചെയ്യാൻ കഴിയും. ടേംസ്, ഒരുപാട് ടേംസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. നെറ്റ്വർക്ക് അനാലിസിസ്, നെറ്റ്വർക്ക് നമ്മൾ പറഞ്ഞു, നെറ്റ്വർക്ക് റെഫേഴ്സ് ടു എ സീരീസ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് വിച്ച് റിസൾട്ട് ഇൻ സം പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു സീരീസ് ആണ്. സീരീസ് മീൻസ് ഒന്നിലധികമുള്ള ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മളിവിടെ സീരീസ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒന്നിലധികമുള്ള ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊരു പ്രൊഡക്റ്റ് സർവീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നെറ്റ്വർക്ക് ഡയഗ്രാം ഉണ്ടാവും. ദിസ് എ ബാക്ക് ബോൺ ഓഫ് നെറ്റ്വർക്ക് ടെക്നിക് എന്ന് പറയുന്നത്. അതായത് നട്ടെല്ല്, നമ്മുടെ നെറ്റ്വർക്കിന്റെ അനാലിസിന്റെ നട്ടെല്ലാണ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഡയഗ്രാം. ഇറ്റ് ഷോസ് ദ ആക്ടിവിറ്റീസ് ആൻഡ് ഇവന്റ്സ് ഓഫ് എ പ്രൊജക്ട് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യും, നമ്മളൊരു യുക്തിപരമായിട്ട് ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ ആക്ടിവിറ്റീസിനൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ലോജിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബന്ധപ്പെടുത്തി കിടക്കുന്നതിനാണ് എന്ത് പറയുന്നത് ഇവിടെ നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അത് ഇറ്റ്സ് ഓൾസോ കാൾഡ് എ പ്രൊജക്ട് ഗ്രാഫ് ഓർ ആരോ ഡയഗ്രാം. ഇതിനെ തന്നെയാണ് ആരോ ഡയഗ്രാം, ഒരു പ്രൊജക്ട് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ആരോ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റ്, ഒരു ആക്ടിവിറ്റി കഴിഞ്ഞ് നെക്സ്റ്റ് ആക്ടിവിറ്റീസിലേക്കുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കും. ഈ ആക്ടിവിറ്റീസ് ഉണ്ട്, നെക്സ്റ്റ് ആക്ടിവിറ്റീസിന്റെ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാന്, നമ്മൾ എന്ത് ചെയ്യും, ഒരു വീടിന്റെ പ്ലാനിങ് കഴിഞ്ഞാൽ ഫൗണ്ടേഷനിലേക്ക് പോകും. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ഫൗണ്ടേഷനിലേക്ക് എന്ത് ചെയ്യും, ഒരു ആരോ ഇട്ടിട്ട് നമ്മൾ കൊടുക്കും. അങ്ങനെ ഉള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൊജക്ട് ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുന്നത്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് മീൻസ് ദ എലമെന്റ് ഓഫ് എ ജോബ് ഓർ ടാസ്ക് ഓർ ഐറ്റം ഓഫ് എ വർക്ക് ടു ബി കംപ്ലീറ്റഡ് ഇൻ എ സ്പെസിഫിക് ടൈം. ഒരു ആക്ടിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു എലമെന്റ് ആണ്, ഒരു ജോലിയുടെ അല്ലെങ്കിൽ ഒരു ടാസ്കിന്റെ ഒരു ഐറ്റം ഓഫ് എ വർക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഐറ്റം ടു ബി കംപ്ലീറ്റഡ് ഇൻ എ സ്പെസിഫിക് ടൈം. ഒരു സ്പെസിഫിക് ടൈമിന് മുൻപ് നമ്മൾ ചെയ്ത് തീർക്കേണ്ട ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ജോബ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എലമെന്റ് അല്ലെങ്കിൽ ഒരു ടാസ്കിനെയാണ് നമ്മൾ പറയുന്നത് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലാൻ നമ്മൾ പറഞ്ഞു, വീടുണ്ടാക്കണം, പ്ലാൻ ഉണ്ടാക്കണം. പ്ലാൻ ഉണ്ടാക്കാൻ നമുക്ക് എത്ര ടൈം വേണം, ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു മന്ത്, 1 മന്ത് ടൈം. ആ 1 മന്ത് ടൈമിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ വീടിന്റെ ഒരു പ്ലാൻ എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കണം. പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് മാത്രം എന്താണ്, ഒരു ആക്ടിവിറ്റിയാണ്. And it consumes time, money, effort and resources. Each activity is represented by an arrow. അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ടൈം, അതേപോലെ കോസ്റ്റ് ഉണ്ടാവും, അതിന് നമ്മൾ കോസ്റ്റ് ഉണ്ടാവും, അതേപോലെ അതിന്റെ എഫേർട്ട് ഉണ്ടാവും, റിസോഴ്സസ് വേണം, ടൈം ആവശ്യമാണ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റി നമ്മളൊരു ആരോ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇവന്റ് ഇറ്റ് റെപ്രസെന്റ് സ്റ്റാർട്ട് ഓർ എൻഡ് ഓഫ് ആൻ ആക്ടിവിറ്റി. ഇപ്പോൾ ഒരു സ്റ്റാർട്ട് അല്ലെങ്കിൽ എൻഡിന് നമ്മൾ തോന്നുന്നു ഒരു ഇവന്റ് എന്ന് പറയുന്നു. ജനറലി റെപ്രസെന്റ് ബൈ എ സർക്കിൾ കോൾഡ് നോഡ്. അപ്പോൾ ഇതിനെ ഇവന്റിനെ നമ്മൾ സാധാരണ രീതിയിൽ ഒരു സർക്കിൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ആ സർക്കിളിനെ നമ്മൾ കോൾ ചെയ്യുന്നതാണ് നോഡ് എന്ന് പറയുന്നത്. ഈച്ച് ആക്ടിവിറ്റി ഹാസ് 2 ഇവന്റ്സ്. എല്ലാ ആക്ടിവിറ്റീസും 2 ഇവന്റ് ഉണ്ട്. ടെയിൽ ഇവന്റ് ആൻഡ് ഹെഡ് ഇവന്റ്. ടെയിൽ ഇവന്റ് ഉണ്ട്, അതേപോലെ ഹെഡ് ഇവന്റ് ഉണ്ട്. അപ്പോൾ ഓരോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇവന്റ് ഉണ്ടാവും, അതേപോലെ എൻഡിങ് ഇവന്റ് ഉണ്ട്. ടെയിൽ ഇവന്റ് ഇസ് ദി ബിഗിനിങ് ഓഫ് ആക്ടിവിറ്റി, ഹെഡ് ഇവന്റ് ഇസ് ദ എൻഡ് ഓഫ് ദി ആക്ടിവിറ്റി. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഷോ ചെയ്യുന്നത്. അതായത് ടെയിൽ ഇവന്റ് ഉണ്ട്, അതേപോലെ ഹെഡ് ഇവന്റ് ഉണ്ട്. അപ്പോൾ ടെയിൽ ഇവന്റ് എന്ന് പറയുന്നത് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും, ഹെഡ് ഇവന്റ് എന്ന് പറയുന്നത് അതിന്റെ എൻഡ് പോയിന്റ് ആയിരിക്കും. ഇത്രയുമാണ് അതിന് പ്രധാനമായിട്ടുള്ളത്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് നെറ്റ്വർക്ക് ഉണ്ട്, എസ്റ്റിമേഷൻ ഓഫ് ടൈം ടു ബി പെർഫോംഡ് ഈച്ച് ആക്ടിവിറ്റി. അപ്പോൾ സ്റ്റെപ്പുകളാണ് നമ്മൾ പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് നെറ്റ്വർക്ക്, ആദ്യം നമ്മൾ അതിന്റെ നെറ്റ്വർക്ക് പ്രിപ്പയർ ചെയ്യും, ദെൻ എസ്റ്റിമേറ്റ് ചെയ്യും അതിന്റെ ടൈം, ഓരോ ആക്ടിവിറ്റീസും പെർഫോം ചെയ്യുന്ന ടൈം. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്രിട്ടിക്കൽ പാത്ത് ഷെഡ്യൂൾ. അപ്പോൾ നെക്സ്റ്റ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് ക്രിട്ടിക്കൽ പാത്ത് ഏതാണ്, ഏറ്റവും ദൈർഘ്യമേറിയുള്ള പാത്ത് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാത്ത് ഏതാണ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ
റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക്സ് ഉണ്ട്, നെറ്റ്വർക്ക് ടെക്നിക്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടുള്ളതാണ് CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, PERT, പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക്. ഇത് രണ്ടും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, കാരണം ഇത് രണ്ടും നിങ്ങൾ QTയുടെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നത്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, അതേപോലെ PERT, പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കും. ദെൻ JERT ഉണ്ട്, ഗ്രാഫിക് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്, JERT. RAMS, റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് മൾട്ടി പ്രൊജക്ട് ഷെഡ്യൂളിംഗ്, RAMS എന്ന് പറയും. RPSM, റിസോഴ്സ് പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് മെത്തേഡ്, റിസോഴ്സ് പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് മെത്തേഡ്. MAP, മാൻ പവർ അലോക്കേഷൻ പ്രൊസീജിയർ, MAP. ലോഗ്, ലൈൻ ഓഫ് ബാലൻസ്. ഇത്രയും മെത്തേഡ്സ് നെറ്റ്വർക്ക് ടെക്നിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ടൂൾസ് ആയിട്ട് ടെക്നിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾ ഏറ്റവും മോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആൻഡ് PERT, പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക്. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതലായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് developed in 1956 by Morgan R. Walker of DuPont Company and James E. Kelly of Remington Rand. അപ്പോൾ ഇത് മോർഗൻ ആർ വാൾക്കറും അതേപോലെ ജെയിംസ് ഇ കെല്ലി ഓഫ് റെമിംഗ്ടൺ റാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂപോയിന്റ് കമ്പനി ചാർട്ട് എന്ന് പറയാറുണ്ടെങ്കിൽ, അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അത് ചെയ്ത് 1956. ആഫ്റ്റർ പ്രിപ്പയറിംഗ് നെറ്റ്വർക്ക് ഡയഗ്രാം and indicating the time for each activity, we can identify various possible paths. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രം നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വ്യത്യസ്തമായിട്ടുള്ള പാത്തുകൾ കിട്ടും. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ വേല്, ഏറ്റവും ഡിഫറെന്റ് ആയ വേല് ഏതെല്ലാം രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പെർട്ടിക്കുലർ ജോലി അല്ലെങ്കിൽ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് മനസ്സിലാവും. Application of CPM: construction of building or highway, construction of dams or canals, communication network, production planning, maintenance in overall aero plants or oil refinery. അപ്പോൾ ഇത്രയും മേഖലയിൽ മീൻസ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാം, അതേപോലെ ഹൈവേ, ഡാംസ്, കനാൽസ്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ദെൻ എയറോപ്ലെയിൻസ്, അതേപോലെ ഓയിൽ റിഫൈനറി, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ എന്ത് ചെയ്യാം, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ടേംസ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് CPM ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസ് എന്താ, പാത്ത് refers to unbroken or continuous chain of activities from start event to end event. പിന്നെ എന്താ നെറ്റ്വർക്ക് ഡയഗ്രാം മീൻസ് ഒരു അൺബ്രോക്കൺ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ഒരു അതേപോലെ സ്റ്റാർട്ട് ഇവന്റ് ടു എൻഡ് ഇവന്റ് ഇൻ ദ നെറ്റ്വർക്ക് ഡയഗ്രാം. ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡിങ് പോയിന്റ് വരെയുള്ള അൺബ്രോക്കൺ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ ചെയിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ പാത്ത് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ പറയാം, ഒരു വീടുണ്ടാക്കുമ്പോൾ അതിന്റെ പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കും, വീടിന്റെ പ്ലാൻ ഉണ്ടാക്കും അല്ലെ, വീടിന്റെ പ്ലാൻ ഉണ്ടാക്കിയിട്ട് വീട് കൂടൽ നടത്തും അല്ലെ, ഹൗസ് വാമിംഗ് നടത്തും. ഇതുവരെയുള്ള വ്യത്യസ്തമായ ആക്ടിവിറ്റീസിന്റെ എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുള്ള വഴിയാണ് നമ്മൾ എന്ത് പറയുന്നത് പാത്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു പെയിന്റിംഗ് ഇല്ലെങ്കിൽ നമ്മുടെ ജോലി എന്ത് ചെയ്യില്ല, കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് അൺബ്രോക്കൺ ആണെന്ന് പറയാൻ കാരണം ഇതാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യേണ്ട മാൻഡേറ്ററി ആയിട്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിന്റെ എല്ലാം കൂടി ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അറേഞ്ച് ചെയ്ത് വെച്ചതിനാണ് നമ്മൾ പറയുന്നത് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് ബ്രോക്കൺ ആവില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു റൂഫിംഗ് ഇല്ല അല്ലെങ്കിൽ വാർപ്പ് ചെയ്യാന്ന് പറയും അല്ലെ, മോള് നമ്മൾ വാർപ്പ് ചെയ്യാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഹൗസ് വാമിംഗ് നടത്തില്ല. റൂഫിംഗ് ആണ് ഉദ്ദേശിച്ചത്. അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, റൂഫ് ചെയ്തിരിക്കും. അത് ചിലപ്പോ റൂഫ് ചെയ്യാൻ ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. എന്നാലും റൂഫ് ചെയ്യാണ്ട് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോകില്ല. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ക്രിട്ടിക്കൽ പാത്ത്. ഇറ്റ് ഈസ് ദ പാത്ത് വിച്ച് ടേക്ക് ലോങ്സ്റ്റ് ഡ്യൂറേഷൻ. അപ്പോൾ
നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യാം, ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണം. അതിൽ ഏറ്റവും ദൈർഘ്യമേറിയ വഴി ഏതാണ്? ആ വഴിയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ ക്രിട്ടിക്കൽ പാത്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഡബിൾ ഓർ തിക്ക് ആരോ ലൈൻ ടു ഡിസ്റ്റിംഗ്വിഷ് ഇറ്റ് ഫ്രം അതർ നോൺ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ പറഞ്ഞ ഏറ്റവും ദൈർഘ്യമേറിയ വഴിയായിരിക്കും. ഏറ്റവും ദൈർഘ്യമേറിയ ആക്ടിവിറ്റീസിലൂടെയാണ് നമ്മൾ കടന്നു പോയാലും അതെന്ത് ചെയ്യാൻ കഴിയും? മീൻസ് ഇതിന്റെ ഉദ്ദേശത്രേ ഉള്ളൂ, നമ്മൾ എത്ര ഡിലേ ചെയ്താലും മാക്സിമം ഡിലേ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ വീടുണ്ടാക്കാൻ, ഇപ്പോ നമ്മൾ പറഞ്ഞു ഓടിട്ട വീടുണ്ടാക്കാം, അല്ല വാർപ്പിന്റെ വീടുണ്ടാക്കാം. ഇപ്പൊ ഓടിട്ട വീടുണ്ടാക്കാൻ 5 മാസമായിരിക്കും, വാർപ്പിന്റെ വീടുണ്ടാക്കാൻ ചിലപ്പോ 1 വർഷം എടുക്കും. അപ്പൊ 1 വർഷത്തെ ആ പാത്തിനെ നമുക്ക് എന്താ പറയാം, ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, നമ്മൾ മാക്സിമം വേറെ ഏത് വഴിയിലൂടെ പോയാലും മാക്സിമം 1 വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതിൽ കൂടുതൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ പ്രോജക്റ്റിന്റെ ദൈർഘ്യം കൂടില്ല. അപ്പൊ ഇത് സാധാരണ നമ്മൾ ഈ ക്രിട്ടിക്കൽ പാത്ത് 2 വര ഇട്ടിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി കട്ടിയുള്ള ലൈനോട് കൂടി ആരോ വെച്ചിട്ടാണ് കാണിക്കുക. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്, ദീസ് ആക്ടിവിറ്റീസ് ലൈൻസ് ഇൻ ദ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്തിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിലേസ് ഇൻ സ്റ്റാർട്ട് will cause a further delay in the completion of entire project. ക്രിട്ടിക്കൽ പാത്തില് ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിലേതെങ്കിലും ഒന്ന് ഡിലേ ചെയ്യാൻ വന്നാൽ വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ പ്രോജക്റ്റ് ഡിലേ ചെയ്യും. ആക്ടിവിറ്റീസ് വിത്ത് സീറോ ഫ്ലോട്ട് ആർ കോൾഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസ് വിത്ത് സീറോ ഫ്ലോട്ട് ആർ കോൾഡ് ക്രിട്ടിക്കൽ. സച്ച് ആക്ടിവിറ്റീസ് റിക്വയർ സ്പെഷ്യൽ അറ്റൻഷൻ. ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ പാത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് എന്ത് വേണം, സ്പെഷ്യൽ ആയിട്ടുള്ള അറ്റൻഷൻ വേണം. Proceedings activities, activities that must be completed immediately prior to start another activity is called preceders activity. Sorry, preceders അല്ലെങ്കിൽ predecessor activity. Predecessor activity എന്ന് പറയാം, preceding activities എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് വേണം, പ്ലാൻ വേണം. വീടിന്റെ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ വീടിന്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പ്രിസീഡിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വീടിന്റെ പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പം സക്സീഡിങ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആക്ടിവിറ്റീസ് ദാറ്റ് cannot be started until one or more other activities are completed but immediately succeeded are called successor activities. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് മറ്റേ ആക്ടിവിറ്റി തുടങ്ങാൻ പറ്റാത്തതിനാണ് നമ്മൾ എന്താ പറയുന്നത്, സക്സീഡിങ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ, വാൾ ഉണ്ടാക്കാൻ പറ്റൂ. വാൾ ഉണ്ടാക്കിയാൽ മാത്രമേ റൂഫ് ചെയ്യാൻ പറ്റൂ. റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ സെയിം ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ജനാല അല്ലെങ്കിൽ വിൻഡോസ് ഒക്കെ ഉണ്ടാക്കാം, വാതിലുണ്ടാക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാം. വാൾ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജനാലയുടെ വർക്ക് തുടങ്ങാം, എന്നിട്ട് റൂഫ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുള്ള മീൻസ് അറ്റ് എ ടൈമിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം. Concurrent activities, activities which can be accomplished concurrently or simultaneously are known as concurrent. അതാണ് നമ്മൾ പറഞ്ഞത്, ബിൽഡിങ്ങിന്റെ ഒരു വാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ജനാലയുടെ അളവ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോ വിൻഡോ അതേപോലെ വാതിലിന്റെ അളവ് കിട്ടും. അപ്പൊ അതെടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു കാർപ്പൻറ്ററെ ഏൽപ്പിച്ച്, ആശാരിനെ ഏൽപ്പിച്ച് അയാൾ ചെയ്തോളും. അതേസമയം തന്നെ നമുക്ക് റൂഫിങ്ങിന്റെ ജോലിയും ചെയ്യണം. അപ്പൊ രണ്ടും ഒരേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആക്ടിവിറ്റീസ് കൺകറന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു എന്താ പറയാ, പോളിഷ് തേപ്പ് ചെയ്യല്ലേ, വീട് തേക്കാന്നൊക്കെ പറയും. അപ്പൊ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മറ്റേതെങ്കിലും ജോലി ചെയ്യാം, നിലത്തിന്റെ ഫ്ലോറിങ്ങിന്റെ ജോലി ചെയ്യാം. അപ്പോ നിങ്ങളെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഉണ്ടാവും, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം. ഇത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ഓൾറെഡി നന്നായി പഠിച്ചിട്ടുണ്ട്, ഇതിന്റെ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ഇതിൽ ഒരു പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടൊന്നും വരില്ല. ഇത് എന്താണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് ചോദിക്കും, അതിന്റെ ഒബ്ജക്റ്റീവ് ചോദിക്കും, അത്രേ ആ രീതിയിൽ ചോദിക്കും. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ് ഏതൊക്കെയാണ്, അപ്പോൾ അത് 2 പ്രധാനമായിട്ട് ചോദിക്കും. അപ്പോൾ അത് എന്താണെന്ന് എഴുതി വെക്കുക, അതിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് എഴുതി വെക്കുക. അപ്പോൾ ഏർലി സ്റ്റാർട്ട് ടൈം ഉണ്ടാവും, അതേപോലെ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ഉണ്ടാവും. ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഉണ്ട്, അതേപോലെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഉണ്ട്.
അപ്പോൾ ഇത് നമ്മളിങ്ങനെ കംപ്ലീറ്റ് തറവായിട്ട് ഡിസ്കസ് ചെയ്യാത്തത് ഇതിൻ്റെ ഒരു നമുക്ക് പ്രോബ്ലത്തിന്റെ ആവശ്യമില്ല, പക്ഷെ എന്താ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ഫോർവേഡ് പാസ്, അതേപോലെ ബാക്ക്വേർഡ് പാസ്, ഫ്ലോട്ട്. ഫ്ലോട്ട് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ദ എമൗണ്ട് ഓഫ് എക്സസ് ഓർ സ്പേസ് ടൈം up to which an activity can be delayed without affecting the overall completion time of the project. The difference between latest finish time and earliest start time. Total float എന്ന് പറഞ്ഞാൽ latest finish time minus earliest finish time or latest start time minus earliest start time. അപ്പോൾ ഇതാണ് ഫ്ലോട്ട്. ഇത് ഇങ്ങനെ 1 മാർക്കിന് ചോദിക്കും ഫ്ലോട്ട്, വാട്ട് യു മീൻ ബൈ ഫ്ലോട്ട് നമുക്ക് ചോദിച്ചാലേ ഉള്ളൂ. ഇത്രയുമാണ്. പിന്നെ ഫ്രീ ഫ്ലോട്ട് ഉണ്ടാവും, ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് അവൈലബിൾ ടൈം ഓവർ ദി റിക്വയർഡ് ടൈം when the activity as well as its successor activity start as early as possible. അപ്പോൾ ഫ്രീ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം ഉണ്ട്, അതിനേക്കാൾ അതേപോലെ റിക്വയർഡ് ടൈം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ടൈം കുറവും നമുക്ക് അവൈലബിൾ ടൈം കൂടുതലുമാണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം, ഫ്രീ ഫ്ലോട്ട് എന്ന് പറയാം. ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് ഉണ്ടാവും, ഇറ്റ്സ് ദ എമൗണ്ട് ഓഫ് ടൈം ഓഫ് an activity could be delayed if preceding activities finish at their latest and subsequent activities start at their earliest time. Independent float is equal to EST, earliest start time of successor minus latest finish time of predecessor minus duration. If negative value of independent float is obtained, then independent float is taken as 0. അപ്പോൾ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം അതേപോലെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിന് എന്ത് ചെയ്യുക, ടോട്ടൽ ഡ്യൂറേഷൻ മൈനസ് ചെയ്യാം. ആ ഡിഫറൻസിൽ നിന്ന് ടോട്ടൽ ഡ്യൂറേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് കിട്ടും. ഇത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അത് 0 ആയിട്ട് എടുക്കും, പോസിറ്റീവ് ആണെങ്കിൽ അതേപോലെ. സ്റ്റെപ്പ് അറേഞ്ച്മെന്റ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ഇൻ ലോജിക്കൽ സീക്വൻസ്. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ഇത് ഒരു എസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ഇതിന്റെ ടെക്നിക്സ് ഒന്നും എഴുതി വെക്കേണ്ടതില്ല, മീൻസ് അല്ലെങ്കിൽ അതിന്റെ ടേംസ് ഒന്നും എഴുതി വെക്കേണ്ടതില്ല. എന്താണ് CPM ചെയ്ത, അതേപോലെ അതിന്റെ സ്റ്റെപ്പ് എന്താണ്, ഒബ്ജക്റ്റീവ് ചെയ്ത സ്റ്റെപ്സ് എന്താണ്. അറേഞ്ച് ഓൾ ആക്ടിവിറ്റീസ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. കൺസ്ട്രക്ട് ആരോ ഡയഗ്രം ആൻഡ് നമ്പർ ഓൾ ദി ഈവൻസ്. എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് വെക്കുക ലോജിക്കൽ സീക്വൻസിൽ. അതേപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ആരോ ഡയഗ്രം എന്ത് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യും. മാർക്ക് ആക്ടിവിറ്റീസ് ടൈംസ് ഓൺ ആരോ. മാർക്ക് ആക്ടിവിറ്റി ടൈംസ് ഓൺ ആരോ. ഓരോ ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള ടൈംസ് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്തില്ല. കാൽക്കുലേറ്റ് ഏർലിയസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് ടൈംസ് ആൻഡ് മാർക്ക് ദീസ് ടൈംസ് ഓൺ ആരോ. അതേസമയം ഓരോ ആക്ടിവിറ്റീസിന്റെയും ടൈം നമ്മൾ മീൻസ് നമ്മൾ ഒന്നിക്ക് ബിലോ ദി ആരോ നമ്മൾ എന്ത് ചെയ്യും, ടൈം മാർക്ക് ചെയ്യും. എന്നിട്ട് എബോ എന്ത് ചെയ്യും, അതിന്റെ ലേറ്റസ്റ്റും അതേപോലെ ഏർലിയസ്റ്റുമായിട്ടുള്ള ടൈമുകൾ, ഫിനിഷിംഗ് സ്റ്റാർട്ടിംഗ് ടൈമുകൾ ഐഡന്റിഫൈ ക്രിട്ടിക്കൽ പാത്ത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രിട്ടിക്കൽ പാത്ത് ഐഡന്റിഫൈ. ഇതിന് അതിന്റെ ഒരു എക്സാമ്പിൾ പോലെയാണ് ആക്ടിവിറ്റി 1. ഒരു ആക്ടിവിറ്റി തുടങ്ങുന്ന ആക്ടിവിറ്റിയാണ് 1, അതിന്റെ ആക്ടിവിറ്റി 2. അതേപോലെ 1 എന്ത് ചെയ്യാം, 2ലേക്ക് പോവാം, അതിന്റെ ഡ്യൂറേഷൻ 2 മന്താണ്. 1 ആക്ടിവിറ്റി 1 ഉം 3 ഉണ്ടാവും. 1 ഉം 3ലേക്ക് പോകുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ 3 മന്ത്. അപ്പോൾ 2 to 4 ഉണ്ട്, അതേപോലെ 3 to 4 ഉണ്ട്. അപ്പോൾ ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്, 4 ആണ് കോമൺ ആയിട്ട് വരുന്നത്. ദെൻ 2 to 5 ഉണ്ട്, 4 to 6 ഉണ്ട്, 5 to 6 ഇതിന്റെ മന്ത് ആണ്. ഇതെങ്ങനെയാണ് വരച്ചിരിക്കുന്നത് നോക്കാം. ഇങ്ങനെയാണ് ഉണ്ടാവുക. 2 1 2 പോയി, അതേപോലെ എന്തുണ്ടാവും, 1 2, അതേപോലെ 1 to 3 പോയി. then 2 to 5 ഉണ്ട്, അതേപോലെ 2 to 3 ഉണ്ട്, അതേപോലെ 2 to 4 ഉണ്ട്, 4 to 6. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രം എന്ന രീതിയിൽ പറയുന്നത്. അതിലൊരു ഈ ഡയഗ്രത്തിന്റെ ബേസ് ചെയ്ത് നമുക്ക് ഇത് നിങ്ങൾ എന്താ എഴുതി വെക്കേണ്ട, വരച്ചു വെക്കേണ്ട ആവശ്യമില്ല. മീൻസ് ഒരു ഡയഗ്രം ജസ്റ്റ് എക്സാമ്പിൾ എന്ന രീതിയിൽ വരച്ചു വെച്ചാൽ മതിയാവും. അല്ലാണ്ട് ഇതൊരു
എന്ത് വേണ്ടതില്ല, ഫുള്ളി ഓർഗനൈസ്ഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതും വേണ്ട. The above diagram 3 possible paths can be identified. 1, 2, 5, 6 required 2 plus 3 plus 4 is equal to 9 months. Completion of project. Then 1, 2, 4, 6 requiring 2 plus 3 plus 2 is equal to 7 months. അതേപോലെ 1, 3, 4, 6 requiring 3 plus 5 plus 2 10 months. ഇതാണ് അതിന്റെ കേസ്. 1, 3, 4, 6, 3, 8 plus 2 10. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. 1, 2, 2, then 2 to 4 വരികയാണെങ്കിൽ ഇവിടെ 3 വരും, 2, 3, 2 വരും, 7 മന്ത് മാത്രമേ വരുള്ളൂ. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇവിടുന്ന് 2 നിന്ന് 3ലേക്ക് ഒരു ആരോ കൂടി ഉണ്ട്, ഇങ്ങനെ ഇതുവഴി ഒരു ആരോ വരേണ്ടതായിരുന്നു. അപ്പൊ 2, 3, 2 അപ്പോൾ 5, 7 മന്ത് വരുള്ളൂ. അപ്പൊ ഏറ്റവും ലോങ്സ്റ്റ് വരുന്നത് ഇതാണ് 1, 3, then 4, 6, 1, 3 മന്ത്, 5 മന്ത്, 2 മന്ത് വരും. അപ്പോൾ ടോട്ടൽ 10 മന്ത് വരും. അപ്പൊ ഇതാണ് അതിന്റെ ക്രിട്ടിക്കൽ പാത്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്. Then advantage of CPM. It makes better and detailed planning possible. വളരെ നല്ല രീതിയിൽ, അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പോസിബിൾ ആണ്. ഇറ്റ് ഹെൽപ്പ് ഇൻ അസർട്ടൈൻ ദി ടൈം ഷെഡ്യൂൾ അസർട്ടൈൻ ചെയ്യാൻ. കൺട്രോൾ ബൈ മാനേജ്മെന്റ് ബിക്കം ഈസി. ഓരോ ക്രിട്ടിക്കൽ പാർട്ടുള്ള ഓരോ ആക്ടിവിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ കഴിയും. ഇറ്റ് ഐഡന്റിഫൈ മോസ്റ്റ് ക്രിട്ടിക്കൽ എലമെന്റ് ആൻഡ് ദസ് മോർ അറ്റൻഷൻ ക്യാൻ ബി പെയ്ഡ് ഓൺ ദീസ് ആക്ടിവിറ്റീസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യും, കൂടുതൽ ഫോക്കസ് അവിടെ കൊടുക്കുകയും ചെയ്യാം. ഫെസിലിറ്റേറ്റ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. കൃത്യമായിട്ട് നമ്മുടെ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്ന ഉറപ്പുവരുത്താം. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അസംപ്ഷൻ ഓഫ് പ്രിസൈസ് നോൺ ടൈം ഫോർ ഈച്ച് ഓഫ് ദീസ് ആക്ടിവിറ്റീസ്. ഇതെല്ലാം നമ്മുടെ അസംപ്ഷൻ ആണ്. അതേപോലെ അറിയാവുന്ന രീതിയിലാണ് നമ്മൾ എത്ര ടൈം എടുക്കും എന്നുള്ള അറിയാവുന്ന രീതിയിലുള്ള ഓരോ ആക്ടിവിറ്റീസും ഇത്ര ടൈം ആണ് എന്ന രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇത് ഇഗ്നോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഇൻ ഡിറ്റർമിനിങ് ടൈം എസ്റ്റിമേറ്റ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസ് ഒന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. മീൻസ് നമ്മൾ മീനും മൂടിയും അങ്ങനെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒന്നും എടുക്കുന്നില്ല. കുറെ ആക്ടിവിറ്റീസിന്റെ ഒക്കെ സാധാരണ പറയും. ഇറ്റ് ഫെസിലിറ്റേറ്റ് സൊല്യൂഷൻ ഫോർ ദി പ്രോബ്ലം. ഇതൊരു സൊല്യൂഷൻ നോട്ട് ഫെസിലിറ്റേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് നോട്ട് ഫെസിലിറ്റേറ്റ് സൊല്യൂഷൻ ഫോർ ദി പ്രോബ്ലം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായില്ല, അതിന്റെ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നില്ല, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നില്ല. സോ നെക്സ്റ്റ് വൺ പറയുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ആണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി എന്താ പറയാ, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയുള്ള ഒരു മെത്തേഡ് മാത്രമാണ് എന്ന് പറയുന്നത് PERT എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ എ നേവി സ്പോൺസർഡ് റിസർച്ച് ടീം കമ്പോസ്ഡ് DG Malcolm, J.R. Roseboom, C.E. Clark and W. Fusser in 1958. നമ്മൾ പറഞ്ഞിട്ടൊരു നേവി, അതായത് US തന്നെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അവരുടെ ഒരു ടീമാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. PERT is a network technique of scheduling and controlling the project where activity times cannot be precisely estimated. It primarily purpose is to facilitate planning and controlling of projects in order to achieve lower cost, reduce project time and more effective coordination and utilization of human and physical resources. PERT deals with the problems of uncertain activity times. Generally 3 time estimate are used. CPM എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയുന്ന കാര്യങ്ങൾ, ജോലികളായിരിക്കും ചെയ്യുന്നത്. അതായത് CPM കൂടുതൽ യൂസ് ചെയ്ത്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് യൂസ് ചെയ്ത് റിപ്പീറ്റഡ് ഇൻ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള, അതായത് ബിൽഡിംഗ് ഉണ്ടാക്കി, ഒരേ ബിൽഡിംഗ് ഉണ്ടാക്കി, അപ്പൊ ബിൽഡിംഗ് ഡാം കൺസ്ട്രക്ഷൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഇൻ നാച്ചുറൽ ആയിരുന്നു. അതേസമയം PERT എന്ന് പറയുന്നത് നോൺ റിപ്പീറ്റീവ് ആയിട്ടുള്ള, അതേപോലെ അൺസേർട്ടൺ ആയിട്ടുള്ള, നോൺ റിപ്പീറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ജോലിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ജോലിയായിരിക്കും. അങ്ങനെയുള്ള വളരെ അൺസേർട്ടൺ ആയിട്ടുള്ള, അതേപോലെ വളരെ നോൺ റിപ്പീറ്റീവ് ആയിട്ടുള്ള
ജോലികൾ ചെയ്യുമ്പോൾ എന്താ പറയുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 3 ടൈമാണ്. ഒപ്റ്റിമിസ്റ്റിക് ടൈം TO, T എന്ന് പറയുന്നത് ടൈം, O എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക്. is the shortest possible time in which an activity can be accomplished. അപ്പോൾ ഒരു ഒപ്റ്റിമിസ്റ്റിക് ടൈം ആണ് ഏറ്റവും കുറഞ്ഞ ടൈം. ഏതാണ് ഏറ്റവും കുറഞ്ഞ ടൈമിൽ നമുക്ക് ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 in 100 ആണ്. 100ൽ 1 മാത്രമാണ്. 100ൽ 1 മാത്രമാണ് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ അത് അക്കംപ്ലിഷ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. പെസിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ is the maximum possible time in which an activity can be completed. If everything goes wrong, the happening this also might be 1 in 100. അപ്പോൾ മാക്സിമം പോസിബിൾ ടൈം ഉണ്ട്. ഏറ്റവും മാക്സിമം നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന മാക്സിമം ടൈമിനാണ് നമ്മൾ എന്ത് പറയുന്നത് പെസിമിസ്റ്റിക് എന്ന് പറയുന്നത്. ഇതും 1/100 ആണ്. എന്ന് പറഞ്ഞാൽ 100ൽ 1 പ്രാവശ്യം. മീൻസ് എല്ലാ കാര്യങ്ങളും പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുന്നത് 100ൽ 1 പ്രാവശ്യമൊക്കെ സംഭവിക്കുള്ളൂ. ഇപ്പൊ ഈ കൊറോണ പോലുള്ള സമയങ്ങളിൽ മാത്രം സംഭവിച്ചിട്ടുള്ള, അല്ല ലോക്ക്ഡൌൺ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയപ്പോൾ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു കേസ്. ഇത് തന്നെ നമുക്കറിയാം. ഈ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ഒക്കെ വരുന്നത് ഇത്രയും ദിവസമൊക്കെ വന്നത് എനിക്ക് തോന്നുന്നു ഈ 100 കൊല്ലങ്ങളിൽ, അതായത് ഈ 100 കൊല്ലത്തിൽ ഒരു തവണ മാത്രമാണ് കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ഇത്രയും ദിവസം നീണ്ടുപോയിട്ടുണ്ടാവുക. ദെൻ മോസ്റ്റ് ലൈക്ലി ടൈം ഉണ്ടാവും. ദിസ് ലൈസ് ഇൻ ബിറ്റ്വീൻ TO and TP എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റിക് ടൈമിന്റെയും പെസിമിസ്റ്റിക് ടൈമിന്റെയും ഇടയിലാണെന്ന് പറയുന്നത് മോസ്റ്റ് ലൈക്ലി. ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാം നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം, അല്ലെങ്കിൽ ഏറ്റവും ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ടൈം. ദിസ് എസ്റ്റിമേറ്റഡ് ടൈം ഇൻ വിച്ച് നോർമൽ കണ്ടീഷൻ ദാറ്റ് ആൻ ആക്ടിവിറ്റി വുഡ് റിക്വയർ. സാധാരണഗതിയിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ എത്ര സമയം വേണം, അതാണ് ഇവിടെ ഉണ്ടാവുക. ദ എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ഈച്ച് ആക്ടിവിറ്റി വുഡ് ബി കാൽക്കുലേറ്റ് ബൈ ഫോളോയിങ് ഫോർമുല. എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് TO എന്ന് പറയുന്നത്, അതായത് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം ആണ് പറയുന്നത്. TO എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റിക് ടൈം പ്ലസ് 4TM 4 ഇൻറ്റു മോസ്റ്റ് ലൈക്ലി ടൈം പ്ലസ് TP പെസിമിസ്റ്റിക് ടൈം ഡിവൈഡ് ബൈ 6. ഇതാണ് ഇതിന്റെ ഒരു എക്സ്പെക്റ്റഡ് ടൈം ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന അറേഞ്ച്ഡ് ലോജിക്കൽ സീക്വൻസ് ആണ്, ഒരു സംശയമില്ല. ദെൻ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ടൈമിൽ നെറ്റ്വർക്ക് ഡയഗ്രം എന്ത് ചെയ്യണം, വരയ്ക്കണം. ഡയഗ്രം ഇൻസ് ഡ്രോൺ ആൻഡ് ഇവന്റ്സ് ആർ നമ്പേർഡ്. നമ്മൾ എന്ത് ചെയ്യും, 1 2 3 പറഞ്ഞിട്ട് നമ്പർ ചെയ്യും ഇവന്റ്സിനെ അതിന്റെ സീക്വൻഷ്യൽ ഓർഡറിൽ യൂസിങ് 3 times estimate. 3 times estimate. The expected time for each activity is calculated. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 3 times എസ്റ്റിമേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ 3 ടൈം, അതായത് ഒപ്റ്റിമിസ്റ്റിക് ടൈമും പെസിമിസ്റ്റിക് ടൈം മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് ചെയ്യും. അത് വെച്ചിട്ട് എന്ത് ചെയ്യും, എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യും. സ്ലാക്ക് ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് ഈസ് ഐഡന്റിഫൈ. ഇത് വെച്ചിട്ട് സ്ലാക്ക് എന്ന് പറയുന്നത് അതൊരു ടേം ആണ്, അത് തൊട്ട് വരുന്നുണ്ട്. സ്ലാക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ദ ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ഈസ് വർക്ക്ഡ് ഔട്ട്. എന്നിട്ട് മൊത്തം പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എത്ര വരും എന്നുള്ളത് വർക്ക്ഔട്ട് ചെയ്യും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് ഓഫ് ഈച്ച് ആക്ടിവിറ്റീസ് ആർ ഫൗണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ഫൗണ്ട് ചെയ്യുക. അപ്പോൾ വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിങ്ങനെ അതിന്റെ ഇക്വേഷൻ കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ അതിന്റെ രീതിയിലേക്ക് പോകാത്തതെന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റെപ്പുകൾ മാത്രമേ എഴുതിക്കുക. സ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലാക്ക് ഇറ്റ് ഇസ് സിമിലർ ടു ഫ്ലോട്ട്. നമ്മൾ പറഞ്ഞ ഫ്ലോട്ട് എന്ന് പറയുന്ന അതേ ടേം തന്നെയാണ് സ്ലാക്ക്. ഫ്ലോട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആക്ടിവിറ്റി ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ CPM. സ്ലാക്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇവന്റ്. ഫ്ലോട്ട് എന്ന് പറയുന്ന ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു, പക്ഷേ സ്ലാക്ക് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് യൂസ്ഡ് അണ്ടർ PERT. PERT യൂസ് ചെയ്യുന്നു. ദിസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലേറ്റസ്റ്റ് allowable time and earliest completion time. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അലൗ ചെയ്തിരിക്കുന്ന സമയവും അതേപോലെ ഏർലിയസ്റ്റ് കംപ്ലീഷൻ ടൈം തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ പറയുന്നത് സ്ലാക്ക് എന്ന് പറയുന്നത്. സ്ലാക്ക് ഇസ് ദ മാക്സിമം ടൈം
an activity can be delayed without delaying the completion of project. Slack ആണ് എന്ത് maximum time an activity can be delayed. ഒരു slack വെച്ചിട്ട് നമുക്ക് പറയാം maximum time നമുക്ക് എന്ത് ചെയ്യാം ഒരു ആക്ടിവിറ്റി ഡിലേ ചെയ്യാൻ പറ്റുന്നത് സ്ലാക്കിലാണ്. സ്ലാക്കിന്റെ ടൈം ആണ്. വിത്തൗട്ട് ഡിലേയിങ് കംപ്ലീഷൻ ഓഫ് പ്രൊജക്ട്. ഒരു പ്രൊജക്ടിന്റെ കംപ്ലീഷൻ ഡിലേ ചെയ്യാതെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചേ ഉള്ളൂ. നമുക്ക് അലോ ചെയ്ത ടൈം ഉണ്ടാവും, അതേപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ടൈം ഉണ്ടാവും. നമുക്ക് അലോ ചെയ്ത് 5 മാസമാണ്, നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് 4 മാസമാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1 മന്ത് ആണ്. ഈ 1 മന്ത് വരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മാക്സിമം നമ്മുടെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഡിലേ ചെയ്യാൻ പറ്റും. ഇതിൽ കൂടുതൽ 1 മന്ത് കൂടുതൽ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യും, പ്രൊജക്ട് കംപ്ലീഷനും ഡിലേ ചെയ്യും. സ്ലാക്ക് ഈസ് 0 ഓൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി വരുമ്പോൾ അവിടെ 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ ആ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൽ സ്ലാക്ക് 1 മന്ത് വന്നു കഴിഞ്ഞാൽ മൊത്തം പ്രൊജക്ട് എന്ത് ചെയ്യും, 1 മന്ത് ഡിലേ ആവും. അപ്പോൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും തരത്തിലുള്ള ഡിലേ ഉണ്ടായാൽ പ്രൊജക്ട് ഡിലേ ആവും എന്ന രീതിയിലാണ് സ്ലാക്ക് 0 ഓൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് PERT. PERTന്റെ ആപ്ലിക്കേഷൻ എന്തെല്ലാമാണ്? ഫോളോയിങ് ആർ ദി മേജർ ഏരിയാസ് where PERT can be used in managing accounts and budgeting of the organization. Accounts managing അതേപോലെ ബഡ്ജറ്റ് ചെയ്യുന്നതിൽ, then administration such as planning, manpower profile or paperwork of organization. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അവരുടെ മാൻ പവർ പ്ലാൻ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, PERT യൂസ് ചെയ്യാം. In maintenance and major repair of ships, rocket, steel, furnace, scheduling aircraft etc. നമ്മുടെ ഈ ഷിപ്പ് ഏതെങ്കിലും ഹൈ എൻഡ് വരുന്ന എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഷീൻസ് ഒക്കെ റിപ്പയർ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ PERT ആണ്. കാരണം ഒരു എയർക്രാഫ്റ്റിന്റെ റിപ്പയർ വന്നു, അത് എന്തായിരിക്കണം, കഴിഞ്ഞ പ്രാവശ്യം വന്ന സെയിം പ്രോബ്ലം ആയിരിക്കണം എന്നില്ല ഈ പ്രാവശ്യം വരുന്നത്. അതേപോലെ ഷിപ്പിന്റെ റിപ്പയർ വന്നു, കഴിഞ്ഞ പ്രാവശ്യം വന്ന സെയിം പ്രോബ്ലം ആയിരിക്കില്ല ഈ പ്രാവശ്യം വന്നത്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും. റോക്കറ്റിന്റെ പ്രോബ്ലം, അപ്പോൾ ഇതിന്റെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ റിപ്പയർ ചെയ്യാനും എന്ത് ചെയ്യാം, PERT തന്നെയാണ് യൂസ് ചെയ്യുക. കാരണം അതൊരു നോൺ റിപ്പീറ്റീവ് ഇൻ നാച്ചർ ആയി. ഇൻസ്റ്റാളിങ് ആൻഡ് റെക്കഗ്നൈസിങ് ന്യൂ സിസ്റ്റം സച്ച് ആസ് പ്ലാന്റ്, മെഷീനറി, കമ്പ്യൂട്ടേഴ്സ് എക്സെട്ര. പുതിയ സിസ്റ്റമോ അല്ലെങ്കിൽ പുതിയൊരു സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നതോ PERT തന്നെയാണ് വരിക. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട്, പുതിയ പ്രൊജക്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നത് അല്ല റിസർച്ച് ചെയ്യുന്നത്. ഡിഫൻസ് പ്രൊജക്ട് മൊത്തം എന്താണ്, PERT ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിഫൻസ് എന്നാണ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അഡ്വാൻറ്റേജ്: റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ടൈം, ഈസിലി ഷോൺ ഇൻ ചാർട്ട് ഫോം, പെർമിറ്റ് എഫക്റ്റീവ് കൺട്രോൾ, പ്രൊവൈഡ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രൊജക്ട്. മീൻസ് ഇതൊക്കെ ആസ് യൂഷ്വൽ ആയിട്ടുള്ളതാണ്. പ്രൊവൈഡ് improved estimate of expected time to be completed an activity by using multiple time estimate. It will facilitate the right action at right point at right time in the organization. വളരെ കൃത്യമായിട്ട് എന്തെല്ലാം ചെയ്യണം, എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ എന്ത് ചെയ്യും, PERT പ്രൊവൈഡ് ചെയ്യും. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് എ ക്ലിയർ ആൻഡ് ലോജിക്കൽ നെറ്റ്വർക്ക് ഈസ് ഡിഫിക്കൽട്ട്. ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ നോൺ റിപ്പീറ്റീവ് ഇൻ നാച്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലോജിക്കൽ ആയിട്ടുള്ള നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാൻ ഈസി അല്ല. ഇൻ സം പ്രോജക്ട് നോട്ട് ഓൾ ആക്ടിവിറ്റി ക്യാൻ സോ ക്ലിയർലി ഐഡന്റിഫൈഡ്. എല്ലാ പ്രോജക്റ്റിലും എല്ലാ ആക്ടിവിറ്റീസും ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. Then it is not useful in certain kind of project like project which are subject to change. ചില ചേഞ്ചസ് ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന പ്രൊജക്റ്റുകളിൽ നമുക്ക് PERT പോലെ എംഫസിസ് ഓൺ ടൈം ആൻഡ് നോട്ട് കോസ്റ്റ്. അപ്പോൾ ഇത് ഈ ഒരു PERT എന്ന് പറയുന്നത് ടൈമിന്റെ മുകളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കോസ്റ്റിന്റെ മുകളിലല്ല. There may be errors in time estimation. ടൈം എസ്റ്റിമേഷൻ എന്തെങ്കിലും തരത്തിലെ എറേഴ്സ് ഉണ്ടാവാം. അപ്പൊ ഇത്രയുമാണ് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് പറയുന്നത്. ഇപ്പൊ നെറ്റ്വർക്ക് അനാലിസിസ് എന്താണ്, വാട്ട് ആർ ദി മെത്തേഡ്സ്, അതേപോലെ CPM മീനിങ്, ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ദെൻ PERT മീനിങ്, ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കുക, പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ.